الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم إن المنافقين في الدرك الأسفل من النار ولن تجد لهم نصيرا. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിനെ രഹസ്യമായും പരസ്യമായും ഭയപ്പെട്ടുകൊണ്ട് കർമ്മങ്ങൾ വിശുദ്ധമാക്കി വിശ്വാസം നിഷ്കളങ്കമാക്കി യഥാർത്ഥ ഈമാനോടുകൂടി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ എന്നോടും നിങ്ങളോടും ഞാൻ ആദ്യമായി ഉപദേശിക്കുകയാണ്. സ്വഭാവങ്ങളിൽ ഏറ്റവും നീചമായ ഒരു സ്വഭാവമായി ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഒന്നാണ് നിഫാഖ്. അറബിയിൽ പറഞ്ഞാൽ നിഫാഖ് അഥവാ കാപഠ്യം. വിശ്വാസപരമായ കാപഠ്യം ഏറ്റവും ഗുരുതരമായ കുറ്റമാണ്. പൂർവികന്മാരായ ആളുകൾ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ഒന്നാണ് വിശ്വാസപരമായ നിഫാഖ് എന്ന് പറയുന്നത്. കാരണം വിശ്വാസം എന്ന് പറയുന്നത് കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ കൊണ്ട് വർദ്ധിക്കുന്നതും തെറ്റുകൾ കൂടി വരുമ്പോൾ കുറഞ്ഞു പോകുന്നതുമാണ്. അൽ ഈമാൻ യസീദു വയൻഖുസ്, ഈമാൻ കൂടും കുറയും. വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുകയും ആരാധനകളും ഇബാദത്തുകളും ദിക്റുകളും ദുആകളും സൽക്കർമ്മങ്ങളും വർദ്ധിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ഈമാൻ കൂടും. എന്നാൽ പിശാച് അവരെ വഴിതെറ്റിച്ച് യഥാർത്ഥ കർമ്മങ്ങളിൽ നിന്ന് അവരെ മറവി ഉണ്ടാക്കി തെറ്റിലേക്ക് അവരെ തള്ളിവിടുമ്പോൾ കുറ്റകൃത്യങ്ങളിൽ മുഴുകുന്ന ആളുകൾക്ക് ഈമാൻ കുറഞ്ഞ് കുറഞ്ഞ് അതിങ്ങനെ ലോലമായി മാറും. അതുകൊണ്ട് തന്നെ ഒരാൾ അവൻ്റെ അഖീദ, അവൻ്റെ വിശ്വാസത്തിൽ ഏതെങ്കിലും നിലക്കുള്ള കാപഠ്യം കടന്നുകൂടിയാൽ അവൻ ഒരു കാലത്തും പിന്നെ രക്ഷപ്പെടുകയില്ല. ആ ഈമാനിലും അഖീദയിലുമുള്ള കാപഠ്യം അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലെ 145 വചനത്തിൽ പറയുന്നത് ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ. നരകത്തിൻ്റെ ഏറ്റവും അടിയിലെ തട്ടിലാണ് കപടവിശ്വാസികൾ നിലകൊള്ളുന്നത്. വലൻ തജിദ ലഹും നസീറ, അവരെ ഏതെങ്കിലും നിലക്ക് നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ഒരു സഹായിയെയും നീ കണ്ടെത്തുകയില്ല. അപ്പം ഏറ്റവും അടിയിലെ തട്ടിൽ അവർ പോകാൻ കാരണം എന്താണ്? അവരിൽ വഞ്ചന അടങ്ങിയിരിക്കുന്നു. വഞ്ചന എന്ന് പറഞ്ഞാൽ
അവരിൽ തീരെ വിശ്വാസവും അതുപോലെ തന്നെ ഹൃദയത്തിൽ ശുദ്ധിയും ഉണ്ടാവുകയില്ല. പക്ഷേ ബാഹ്യമായി അങ്ങനെ ഉണ്ടെന്ന് അവർ അഭിനയിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഇദാ ജാഊകും ഖാലു ആമന്ന വഖദ് ദഖലൂ ബിൽ കുഫ്രി വഹും ഖദ് ഖറജൂ ബിഹി വല്ലാഹു അഅലമു ബിമാ കാനൂ യക്തുമൂൻ. അവർ നിന്റെ അടുക്കലേക്ക് വരുമ്പോൾ നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവർ പറയും, ആമന്ന, ഞങ്ങൾ വിശ്വാസം സ്വീകരിച്ചിരിക്കുന്നു, ഞങ്ങൾ മുഅ്മിനീങ്ങളാകുന്നു എന്ന് അവകാശപ്പെടും. പക്ഷേ കടന്നു വന്നപ്പോൾ തന്നെ വഖദ് ദഖലൂ ബിൽ കുഫ്രി, ഹൃദയത്തിൽ മുഴുവനും കുഫർ നിറച്ചുകൊണ്ടാണ് നിന്റെ അടുക്കൽ വന്നുകൊണ്ട് പരസ്യമായി അവർ ആമന്ന എന്ന് പറയുന്നത്. വഹും ഖദ് ഖറജൂ ബിഹി, ഇനി നിന്റെ അടുക്കൽ നിന്ന് അവർ പുറത്തു പോകുമ്പോഴോ അപ്പോഴും അവരുടെ സ്ഥിതി അത് തന്നെയാണ്. എന്തെങ്കിലും ഒരു മാറ്റം അവരിൽ സംഭവിച്ചിട്ടേ ഇല്ല. വല്ലാഹു അഅലമു ബിമാ കാനൂ യക്തുമൂൻ, അവർ മറച്ചു വെക്കുന്ന, സ്വകാര്യമാക്കി വെക്കുന്ന, നിങ്ങൾ ആരും അറിയില്ല എന്നവർ വിശ്വസിച്ചുകൊണ്ട് അവർ ഒളിപ്പിച്ചു വെക്കുന്ന അവരുടെ ഈ നിഫാഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ പലയിടത്തായി ഈ ഹൃദയത്തിൽ വിശ്വാസമില്ലാതിരിക്കുകയും പുറമേ വിശ്വാസമുണ്ടെന്ന് അഭിനയിക്കുകയും ചെയ്യുന്ന അവരുടെ ഈ ഇരട്ട മുഖം, അതിനെ വിമർശിച്ചുകൊണ്ട് അതിനെ ശക്തമായി താക്കീത് ചെയ്തുകൊണ്ട് ധാരാളം വചനങ്ങൾ ഖുർആനിലുണ്ട്. അതിൽപ്പെട്ട ഒരു വചനമാണ് വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ യുഖാദിഊന അല്ലാഹ വറസൂലഹു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, അവർ പറയും ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി, അല്ലാഹുവിലും മരണാനന്തര ജീവിതത്തിലൊക്കെ ഞങ്ങൾക്ക് ഈമാനുണ്ട് എന്ന് ബാഹ്യമായി തൊള്ള കൊണ്ട് അവകാശപ്പെടും. വമാ ഹും ബിമുഅ്മിനീൻ, അവർ യഥാർത്ഥത്തിൽ എന്തല്ല, വിശ്വാസികളെ അല്ല. യുഖാദിഊന അല്ലാഹ വറസൂല, അല്ലാഹുവിനെയും റസൂലിനെയും അവരെന്താണ്, പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം ആളുകളെ നമുക്ക് പ്രത്യേകിച്ച് അവരെ തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. ബാഹ്യമായ അവരുടെ അഭിനയവും അവകാശവാദങ്ങളും കാരണം അവരെ തിരിച്ചറിയാൻ പ്രയാസമാണ്. പക്ഷേ അള്ളാഹുവിനെ അവരെ തിരിച്ചറിയാം. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ നിഫാഖും മതത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നതുമായ ഒരു സ്വഭാവമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന പരിപാടിയാണ്. പ്രത്യേകിച്ച് അതിൽപ്പെട്ടതാണ് മതചിഹ്നങ്ങളെ പരിഹസിക്കുക, മതത്തിൽ തന്നെയുള്ള ആരാധനകളെ പരിഹസിക്കുക, അതിലെ അടയാളങ്ങളെ കുറ്റം പറയുക. ചിലപ്പോൾ സന്ദർഭം കിട്ടിയാൽ ആളുകളൊക്കെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ആ ആളുകളുടെ കൂടെ കൂടി ഇസ്ലാമിൽപ്പെട്ട വളരെ അറിയപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പരസ്യമായി തന്നെ കുറ്റം പറയുക. വലയിൻ സഅൽതഹും ലയഖൂലുന്ന ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ് ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും ഇൻ നഅഫു അൻ തായിഫത്തിൻ മിൻകും നുഅദ്ദിബു തായിഫ ബിഅന്നഹും കാനൂ മുജ്രിമീൻ. സൂറത്ത് തൗബ അതിൻ്റെ 65-66 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതായത് അവരിങ്ങനെ അള്ളാഹുവിനെ കുറിച്ച്, റസൂലിനെ കുറിച്ച്, ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെക്കുറിച്ച്, അടയാളങ്ങളെക്കുറിച്ച് ഇങ്ങനെ വലിയ വായിൽ വാചകമടിക്കുമ്പോൾ, കുറ്റം പറയുമ്പോൾ, വലയിൻ സഅൽതഹും അങ്ങനെ ചോദിച്ചാൽ അവർ പറയും, അത് ഞങ്ങളങ്ങനെ കാര്യമായിട്ടൊന്നും പറഞ്ഞതല്ല. എന്താണ്? ഇന്നമാ നഖൂദു വനൽഅബ്. സഹോദരന്മാരെ, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ഞങ്ങൾ തമാശ പറഞ്ഞതല്ലേ, ഞങ്ങളിങ്ങനെ ഒരു നേരം പോക്കിന് വേണ്ടി ഞങ്ങൾ അങ്ങനെ സംസാരിച്ചതല്ലേ, അതൊന്നും നിങ്ങളങ്ങനെ കാര്യമാക്കണ്ട എന്നവർ പറയും. ഖുൽ അബില്ലാഹി വബിആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. അള്ളാഹിനെ കുറിച്ചാണോ, അവൻ്റെ അടയാളങ്ങളെ, ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചാണോ, അവൻ്റെ ദൂതനെ കുറിച്ചാണോ നിങ്ങളിങ്ങനെ തമാശ പറയാനും കളി പറയാനും സമയം കാണുന്നത്? ലാ തഅ്തദിറു, നിങ്ങൾ ഒരു ഒഴിവ് കഴിവും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഖദ് കഫർതും ബഅദ ഈമാനിക്കും. കണ്ടോ, അള്ളാഹുവിനെയും അടയാളങ്ങളെയും മതചിഹ്നങ്ങളെയും ഒക്കെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ അവർ ഈമാനിന് ശേഷം കുഫർ തിരഞ്ഞെടുക്കുന്നതിന് തുല്യമാണ്. ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും ഇൻ നഅഫു അൻ തായിഫത്തിൻ മിൻകും നുഅദ്ദിബു തായിഫത. ഒരു സംഘം ആളുകൾക്ക് അള്ളാഹു അഥവാ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ മറ്റൊരു സംഘത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുക തന്നെ ചെയ്യും. അതായത് ഏതെങ്കിലും നിലക്കുള്ള പശ്ചാത്താപത്താൽ
അത്തരം പ്രവണതകളിൽ നിന്ന് തിരിച്ച് ഈമാനിലേക്ക് വരുന്ന ആളുകൾക്ക് അള്ളാഹു മാപ്പ് കൊടുക്കും. എന്നാൽ നിരന്തരമായി അത്തരം അഭിപ്രായ പ്രകടനങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന ആളുകൾ നുഅദ്ദിബു തായിഫത്തു മിൻഹും കാനൂ മുജ്രിമീൻ, അവർ കുറ്റവാളികളാണ്. അതുകൊണ്ട് തന്നെ ഇഅ്തിഖാദിയായ വിശ്വാസത്തിൽ ഒരു നിലക്കും കാപട്യം വരാൻ മുഖ്ലിസീന ലഹുദ്ദീൻ, ആ വിശ്വാസം, ആരാധന അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള വണക്കം അത് അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് ഇഖ്ലാസ് കാണിക്കുമ്പോൾ മാത്രമാണ് ഒരാൾ യഥാർത്ഥത്തിൽ വിശ്വാസിയാവുക. എന്നാൽ വേറൊരു തരം നിഫാഖുണ്ട്. എന്താണ് നിഫാഖ്? അവരുടെ കർമ്മങ്ങളിൽ നിഫാഖ്. അഥവാ ഇപ്പോൾ നമസ്കാരത്തെ ഭയങ്കര മടി, അതല്ലെങ്കിൽ അത് സമയത്തിന് നിർവഹിക്കാതിരിക്കുക, അതല്ലെങ്കിൽ നിർവഹിക്കുമ്പോൾ തന്നെ വളരെയധികം അശ്രദ്ധയും മടിയും കാണിക്കുക. അതിൽപ്പെട്ട കാര്യമാണ് എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഇത്തരം നീചവും നിഷിദ്ധവുമായ കാര്യങ്ങളിൽ അവർ മത്സരിച്ച് മുന്നേറും. നന്മകൾ കണ്ടാൽ അതിൽ അവർക്ക് വളരെയധികം വിമിഷ്ടമാണ്. നന്മകളുടെ കൂടെ നിൽക്കാനും നന്മകളെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് ഭയങ്കര മടിയാണ്. എന്തെങ്കിലും ഒരു ചെറിയ ചാൻസ് തിന്മകൾ പ്രവർത്തിക്കാനോ അതിന് സാക്ഷികളാകാനോ അവസരമുണ്ടെങ്കിൽ അവരതിൽ ധൃതി കാണിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയും സൂറത്ത് തൗബ 67-ാമത്തെ ആയത്തിൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്തു ബഅ്ദുഹും മിൻ ബഅദ് യഅ്മുറൂന ബിൽ മുൻകർ വയൻഹൗന അനിൽ മഅറൂഫ് വയഖ്ബിദൂന ഐദിയഹും നസുല്ലാഹ ഫനസിയഹും ഇന്നൽ മുനാഫിഖീന ഹുമുൽ ഫാസിഖൂൻ. കപടവിശ്വാസികളായ ആണുങ്ങൾ, കപടവിശ്വാസിനികളായ സ്ത്രീകൾ, ബഅ്ദുഹും മിൻ ബഅദ്, അവർ അന്യോന്യം സഹായിക്കുന്നവരാണ്, അന്യോന്യം ഒരേ സ്വഭാവം പ്രകടിപ്പിക്കുന്നവരാണ്. യഅ്മുറൂന ബിൽ മുൻകർ, നിഷിദ്ധമായ കാര്യങ്ങളാണ് അവർ പ്രചരിപ്പിക്കുക, നിഷിദ്ധമായ കാര്യങ്ങളാണ് അവർ ആളുകളോട് പറയുക. വയൻഹൗന അനിൽ മഅറൂഫ്, നന്മകൾ അവർ തടയും. നന്മകൾക്കൊരു പ്രോത്സാഹനവും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. നേരെ മറിച്ച് തിന്മകൾ കണ്ടാൽ അതിന് വലിയ കൈകൊട്ട് കൊടുക്കാൻ, അതിന് വലിയ ക്ലാപ്പടിക്കാൻ അവർ വലിയ ഉത്സാഹം കാണിക്കും. നസുല്ലാഹ ഫനസിയഹും, അള്ളാഹുവിനെ അവർ മറന്നുപോയിരിക്കുന്നു, അതുകൊണ്ട് അള്ളാഹു അങ്ങോട്ടും അവരെ മറന്നുപോയിരിക്കുന്നു. ഇന്നൽ മുനാഫിഖീന ഹുമുൽ ഫാസിഖൂൻ, കപടവിശ്വാസികളാണ് ഏറ്റവും വലിയ അധർമ്മകാരികൾ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഉൻ മൻ കുന്ന ഫീഹി കാന മുനാഫിഖൻ ഖാലിസ വമൻ കാനത് ഫീഹി ഖസ്ലത്തുൻ മിൻഹുൻ കാനത് ഫീഹി ഖസ്ലത്തുൻ മിനൻ നിഫാഖ് ഹത്താ യദഅഹ ഇദാ ഉത്മിന ഖാന വഇദാ ഹദ്ദസ കദബ വഇദാ ആഹദ ഗദറ വഇദാ ഖാസമ ഫജറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അർബഉൻ, 4 കാര്യങ്ങൾ, മൻ കുന്ന ഫീഹി, ആരിലാണോ ആ 4 കാര്യങ്ങൾ ഉള്ളത് അവൻ പൂർണ്ണ അർത്ഥത്തിൽ 100% എന്താണ്? മുനാഫിക്കാണ്. കാന മുനാഫിഖൻ ഖാലിസൻ, അതായത് 4 കാര്യങ്ങളും കൂടി ഒരാളിൽ ഉണ്ടായാൽ പിന്നെ അവന് ഈമാൻ ഉണ്ടാവുകയില്ല, അവനിൽ നിഫാഖ് ഉണ്ടാവുക. മൻ കാനത് ഫീഹി ഖസ്ലത്തുൻ മിൻഹുന്ന, ഈ 4 പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഒന്ന് ഒരാളെടുത്തുണ്ടെങ്കിൽ കാനത് ഫീഹി ഖസ്ലത്തുൻ മിനൻ നിഫാഖ്, കാപട്യത്തിൽ നിന്ന് ആ കാര്യം അവനിൽ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഹത്താ യദഅഹ, അവനത് ഉപേക്ഷിക്കുന്നത് വരെ, അതിൽ നിന്ന് വഴിമാറി രക്ഷപ്പെടുന്നത് വരെ, ആ കാര്യം പൂർണ്ണമായും അത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യമാണെന്ന് നിലക്ക് അത് ഒഴിവാക്കുന്നത് വരെ അവരിൽ ആ നിഫാഖിൻ്റെ കടയാളം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്താണ് 4 കാര്യങ്ങൾ? ഇത് ഇത്മിന ഖാന, അവനെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അവനെ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ, സാമ്പത്തികമായ കാര്യമാവട്ടെ മറ്റെന്തെങ്കിലും കാര്യങ്ങളാകട്ടെ, ആ ഉത്തരവാദിത്വത്തോടു കൂടി അവൻ ഒരു കാര്യം ഏറ്റെടുത്താൽ ഖാന, അതിലവൻ പറ്റിക്കും, വഞ്ചന നടത്തും. പല ഉത്തരവാദിത്വങ്ങളും പല ആളുകളും പല തൊഴിലാളികളെയും അതുപോലെ തന്നെ തൻ്റെ കീഴ് ജീവനക്കാരെയും അതുപോലൊക്കെ ഏൽപ്പിക്കുന്നുണ്ട്. അതൊക്കെ അവൻ ഏറ്റെടുക്കും. പക്ഷെ എന്താണ്? അതിസമർത്ഥമായി ആ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്ന വിഷയത്തിൽ അവൻ വഞ്ചന കാണിക്കും. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? വൈദാ ഹദ്ദസ കദബ, കളവ് പറയുന്ന ഒരു മടിയുണ്ടാകും, ഒരു മടിയുണ്ടാവില്ല. ഒരു പക്ഷേ അയാൾ പറയുന്നത് ഞാനിപ്പോൾ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ഫോണിൽ പറയുകയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഉണ്ട്, എത്തിയിട്ട് ഇത്ര നേരമായി, പക്ഷെ ആ വഴിക്കൊന്നും അയാൾ ഉണ്ടാവില്ല. അതായത് ഇത് കളവാണ്, സത്യത്തിൻ്റെ വിരുദ്ധമാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് ഉത്തമ ബോധ്യമുണ്ടായിട്ടും
കളവ് പറയുന്നതിനൊരു മടിയുണ്ടാവില്ല. സഹോദരന്മാരെ, ഏറ്റവും വലിയ ദുഷിച്ച സ്വഭാവമാണ് കളവ് പറയാന്നുള്ളത്. അതൊരിക്കലും പറയാൻ പാടില്ല. അതാണ് സത്യം. കൂനൂ മഅ സാദിഖീൻ, സത്യം പറയുന്നവരോടൊപ്പം നിങ്ങൾ ഉണ്ടായിരിക്കണം. സത്യത്തെയാണ് നമ്മൾ പിന്തുണക്കേണ്ടത്. ഇവർ കളവരിയാണ് പിന്തുണക്കുക. മൂന്നാമത്തെ കാര്യം, വഇദാ ആഹദ ഗദറ, അവൻ വല്ല കരാറും ചെയ്താൽ, വല്ല വാക്കും ആരോടെങ്കിലും ഏറ്റിട്ടുണ്ടെങ്കിൽ, വല്ല ഉടമ്പടിയും ആരോടെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉടമ്പടിയിൽ അയാൾ വഞ്ചന കാണിക്കും. അയാൾ മൂന്നാമത്തെ കാര്യം. നാലാമത്തെ, വഇദാ ഖാസമ ഫജറ, തെറ്റിയാൽ ചീത്ത പറയും. പൊതുവെ മനുഷ്യരെന്ന നിലയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചില വിമർശനങ്ങൾ, അതല്ലെങ്കിൽ എന്തെങ്കിലും ചില ഭിന്നതകൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെയൊക്കെ മാന്യമായി പെരുമാറാൻ ഈ മുനാഫിക്കിനെ കിട്ടുകയില്ല. അനങ്ങിയാൽ പിന്നെ വായിൽ തോന്നിയതാണ് വിളിച്ചു പറയാം. അതൊരിക്കലും ഒരു മുസ്ലിം അങ്ങനെ ആയിരിക്കുകയില്ല. ഒരിക്കലും അങ്ങാടിയിൽ ശബ്ദമുണ്ടാക്കുന്നവനോ അസഭ്യമായ കാര്യങ്ങൾ വിളിച്ചു പറയുന്നവനോ അല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിൻ്റെ ശമാഇൽ, ഉത്തമ സ്വഭാവങ്ങളിൽ എണ്ണുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് വളരെ അച്ചടക്കത്തിലാണ്. അങ്ങാടിയിലോ മനുഷ്യരുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ വളരെ അച്ചടക്കമുള്ള ആളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും സഭ്യതരമായ കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുകയില്ല, വിളിച്ചു പറയുകയില്ല. അദ്ദേഹത്തിൻ്റെ നാവ് എപ്പോഴും പരിശുദ്ധമാണ്, നല്ല കാര്യങ്ങളാണ് പറയുക. വെറുപ്പുണ്ടാക്കുന്ന ഒരു പദപ്രയോഗം പോലും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരില്ല. വിശ്വാസികളും അങ്ങനെ ആയിരിക്കണം. അപ്പോൾ വൈദാ ഖാസമ ഫജറ, തെറ്റിയാൽ അന്യോന്യം എന്തെങ്കിലും കാര്യത്തിൽ ചില തർക്കം നടത്തുന്ന ഘട്ടത്തിൽ കേൾക്കാൻ അറപ്പുള്ള പദപ്രയോഗങ്ങൾ കൊണ്ട് അവൻ അസഭ്യം പറയും. അതുകൊണ്ട് തന്നെ ഇബ്നു റജബ് എന്ന പണ്ഡിതൻ പറയുകയാണ്, വഹാസിയുൽ അംർ ഇന്ന നിഫാഖൽ അസ്ഗറ കുല്ലഹു യർജു ഇലൽ ഇഖ്തിലാഫി ശരീഅത്തി വൽ അലാനിയ. ഉള്ളും പുറവും വ്യത്യാസം ഉണ്ടാവുക എന്നാണ് ആ നിഫാഖിൻ്റെ ലക്ഷണം. ഉള്ളിലൊന്ന് പുറമേ ഒന്ന്. പുറമേ ഉള്ളതല്ല ഹൃദയത്തിലുള്ളത്. അപ്പോൾ ഹൃദയവും ബാഹ്യമായ നിലപാടുകളും പരസ്പരം പൊരുത്തമില്ലെങ്കിൽ അവരിൽ നിഫാഖുണ്ട് എന്ന് നമ്മൾ ഉറപ്പിക്കണം. അതുകൊണ്ട് തന്നെ സഹാബ് ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, കാന യുഖാലു ഇന്ന മിനൻ നിഫാഖ് ഇഖ്തിലാഫു സിർരി വൽ അലാനിയ. ഉള്ളും പുറവും വ്യത്യാസമുണ്ടെങ്കിൽ അത് നിഫാഖാണ് എന്ന് പറയാറുണ്ടായിരുന്നു. വഖ്തിലാഫുൽ ലിസാനി വൽ ഖൽബ്, അതുപോലെ ഹൃദയത്തിൽ ഉള്ളതല്ല നാക്കിലൂടെ വരുന്നത്, നാക്കിലൂടെ ഉള്ളതല്ല ഹൃദയത്തിൽ പറയുന്നത്. അതായത് ഉള്ളിലൊന്ന് കരുതും, പുറമെ മറ്റൊന്ന് സംസാരിക്കും. അങ്ങനെ രണ്ട് വജുഹുള്ള, രണ്ട് മുഖമുള്ള, ഇരട്ട മുഖമുള്ള ഇതിനാണ് നിഫാഖ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹാബികളും താബിഈങ്ങളുമായ ആളുകൾ എപ്പോഴും ഭയപ്പെട്ടിരുന്ന ഒരു പ്രമാദമായ കുറ്റമാണ് നിഫാഖ് എന്ന് പറയുന്നത്. എപ്പോഴും അവർ അത് ഭയപ്പെട്ടുകൊണ്ടിരുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവത്തിൽ പറയുകയാണ്, അദ്ദേഹം ഹുദൈഫത്ത് ബിനുൽ യമാൻ എന്ന പ്രവാചകന്റെ സിർറു റസൂലില്ല, സ്വകാര്യം സൂക്ഷിക്കുന്ന ആ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു ഒരിക്കൽ, നൻഷുദുക അല്ലാഹ അന മിൻഹും. അതായത് നിഫാഖ് പ്രകടമായ കുറച്ച് ആളുകളുടെ പേരുകൾ ഹുദൈഫക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിരുന്നു. വേറെ ഒരു സഹാബിക്കും അത് അറിഞ്ഞുകൂടാ. കാപട്യമുള്ളവരാരാണ് എന്ന് വളരെ വ്യക്തമായി ചില ആളുകളെ എണ്ണി പ്രവാചകൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് പ്രവാചകൻ പറഞ്ഞ ഒരു രഹസ്യമെന്ന നിലക്ക് ആരോടും അദ്ദേഹം അത് വെളിപ്പെടുത്തിയിട്ടില്ല. ഇതറിഞ്ഞ ഉമർ ഹുദൈഫയോട് വല്ല സ്വകാര്യം ചെന്ന് ചോദിച്ചു, അല്ല എൻ്റെ പേരെങ്ങാൻ അതിലുണ്ടോ? നശത്തുക, ഞാനിതാ നിന്നോട് അള്ളാഹുവിനെ മുൻനിർത്തി ചോദിക്കുന്നു. എന്ത്? അനമിൻഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കപടവിശ്വാസികളുടെ പേര് പറഞ്ഞു വന്നപ്പോൾ എൻ്റെ പേര് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ കാല ഹുദൈഫ പറഞ്ഞു, ലാ, നിങ്ങളതിലില്ല ഉമറെ. പക്ഷേ വല ഉപരി അഹദം ബഅദക, വേറെ ഒരാൾ എന്നോട് ചോദിച്ചാൽ ഞാൻ ഉണ്ടെന്നും ഇല്ലെന്നും ഞാൻ പറയാൻ തയ്യാറില്ല. അതൊരു രഹസ്യമാണ്. അത് പ്രവാചകൻ എന്നോട് പറഞ്ഞ ഒരു രഹസ്യമാണ്. നിങ്ങൾ ചോദിച്ചത് കൊണ്ട് നിങ്ങളെ മാത്രം ഞാനിപ്പോൾ ആ നിഫാഖിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കി പറയുന്നു. കാരണം നിങ്ങളുടെ പേരതിലില്ല. പക്ഷെ ഓരോരുത്തരും വന്ന് എന്നോട് ചോദിക്കാൻ പുറപ്പെട്ടാൽ ഉണ്ടോ, ഇല്ലേ, അങ്ങളുണ്ട്, അങ്ങനില്ല, അത് എന്നോടും ചോദിക്കരുത് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതുകൊണ്ട് സഹോദരന്മാരെ, വളരെ ദുഷിച്ചൊരു സ്വഭാവമാണ് ഈ ഉള്ളും പുറവും വ്യത്യാസപ്പെടലും രണ്ട് മുഖത്തോടുകൂടി പെരുമാറലും. അത് നമ്മുടെ ഈമാനിന് വലിയ കളങ്കമുണ്ടാക്കും, നമ്മുടെ ആരാധനകൾക്ക് അത് വലിയ ദോഷമുണ്ടാക്കും. അതുകൊണ്ട് ആ നിഫാഖിൽ നിന്ന് രക്ഷപ്പെട്ട് സൽക്കർമ്മങ്ങളിൽ നിരതരായി ആത്മാർത്ഥമായ വിശ്വാസത്തോടുകൂടി നാം നിലകൊള്ളണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വല്ലദീന തബഉഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അയ്യുൽ ഇഖ്വാനു ഉസീകും സാനി ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഉണർത്തുകയാണ്. സഹോദരന്മാരെ, കാലം കഴിയുമ്പോൾ ഈമാൻ അത് ദുർബലമായി വരികയും കുറ്റകൃത്യങ്ങൾ ശക്തിപ്പെടുകയും ചെയ്യുന്നത് ഒരു കാലത്തിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൻ്റെ ദൗർബല്യം വരുമ്പോൾ ചില സംഗതികളിൽ അതിന് നമുക്കൊരു വിലയുണ്ടാവുകയില്ല. അതൊക്കെ ആളുകൾ നിസ്സാരമായി കരുതും. പല കാര്യങ്ങളിലും ഇപ്പം മുസ്ലിം സമൂഹത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ, ആ സ്ത്രീകളിപ്പോൾ ആ കാലത്തിൻ്റെ കൂടെ ഇങ്ങനെ ഒഴുകുകയാണ്. കാലത്തിൻ്റെ കൂടെ ഒഴുകുന്നു എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? മറ്റ് പല സംസ്കാരങ്ങളിൽ നിന്ന് വന്ന, മറ്റ് പല ചിന്താഗതികളിൽ നിന്ന് വന്ന ആളുകൾ അവർ പല അലങ്കാര വസ്തുക്കൾ ഉപയോഗിക്കുന്നു, മുഖത്ത് ചായം പൂശുന്നു, ചുണ്ടിൽ ചായമിടുന്നു, നഖങ്ങൾ പോളിഷ് ചെയ്യുന്നു, ഇങ്ങനെ പല രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതെന്നാൽ അതിനെ അനുകരിച്ചുകൊണ്ട് നമ്മുടെ മുസ്ലിങ്ങളും കല്യാണമാകുമ്പോഴേക്ക് ഇതുപോലെയുള്ള കൃത്രിമ ചായങ്ങൾ വാങ്ങി, എന്നാൽ പല ഈ ചായങ്ങളും ഒളു എടുക്കുന്ന അവസരത്തിൽ ആ ഒളു പോലും ശരിയാവില്ല. കാരണം ഒളു ശരിയാകണമെങ്കിൽ നമുക്ക് അതിൻ്റെ നിബന്ധന നമുക്കറിയാമല്ലോ. അത് ശരിക്ക് നമ്മുടെ ചർമ്മങ്ങളുമായി വെള്ളം ചേരണം, അല്ലാത്ത ഒരു നിലക്കും ആ ഒളു ശരിയാവുകയില്ല. അപ്പം നിസ്കാരം തന്നെ പലർക്കും ഉണ്ടാവുകയില്ല. കാരണം നിസ്കാരം അഥവാ ഒളുണ്ടാക്കിയാൽ ചായ മുളകും, അതുകൊണ്ട് നിസ്കാരമില്ല. സഹോദരന്മാർ, ആരാണ് ഈ സംസ്കാരം പഠിപ്പിച്ചത്? ആരാണ് നമുക്ക് ഈ ജാതി ഉപദേശങ്ങൾ നൽകുന്നത്? അപ്പം യഥാർത്ഥ ഈമാൻ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും അതിനൊരു ധൈര്യം, പിടിച്ചു നിൽക്കാനുള്ളൊരു ധൈര്യം. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നക്കും മഅ്ശറൽ അറബ് അൽ യൗമ തഅ്തൂന ഉമൂറൻ. ഹുദൈഫ റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് പ്രവാചകന്റെ ജീവിതത്തിനൊക്കെ ശേഷം അദ്ദേഹം സഹാബത്തിനോട് പറയാണ്, നിങ്ങളിപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുന്നു. ഇന്നഹാ ലഫീ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഫാഖ് വലാ വജീഹി. ഞങ്ങൾ നബിൻ്റെ കാലത്ത് അതൊക്കെ നിഫാഖായിട്ട് കണക്കാക്കിയിരുന്ന കാര്യങ്ങളാണ്. കാലപ്പഴക്കം കൊണ്ട് നിങ്ങൾക്ക് അതൊക്കെ സാധാരണ സംഭവങ്ങളായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്നഹാ ലഫീ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഫാഖ് വലാ വജീഹി. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, കാന നിഫാഖു ഖരീബൻ ഫിൽ ഈമാൻ. വിശ്വാസികളായ ആളുകൾ തിങ്ങി നിറഞ്ഞ വിശ്വാസത്തിൻ്റെ ഏറ്റവും അതിൻ്റെ ചൈതന്യവും അതിൻ്റെ ഭംഗിയും അതിൻ്റെ എളിമതയും അതിൻ്റെ നിഷ്കളങ്കതയും നിലനിൽക്കുന്ന കാലത്ത് പെട്ടെന്ന് ഞങ്ങൾ നിഫാഖിനെ തിരിച്ചറിഞ്ഞിരുന്നു. ഇപ്പോൾ നിഫാഖിൻ്റെ അട്ടിപ്പേറാണ്. എല്ലായിടത്തും നിഫാഖ് വ്യാപകമായിരിക്കുന്നു. ആ നിഫാഖിനിടയിൽ ഈമാനുള്ളവർ ഗരീബ് എന്ന് പറഞ്ഞാൽ വളരെ ഒറ്റപ്പെട്ട ആളുകളായി മാറിയിരിക്കുന്നു. കാരണം അത് അങ്ങ് വ്യാപകമായിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരണം തേടിയിരുന്ന കാര്യങ്ങളുണ്ട്. രക്ഷ ചോദിക്കുന്ന, അള്ളാഹുവിനോട് ചില അനുഗ്രഹങ്ങൾ ചോദിക്കുന്ന അതേ സ്വഭാവത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില തിന്മകളിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചിരുന്നു. അതിൽപ്പെട്ടതാണ് ഇപ്പോൾ ഹദീസ് ഉദ്ധരിക്കുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഈദു മിൻഹു ഫീ ദുആഇഹി. പ്രാർത്ഥന കൊണ്ട് അള്ളാഹുവിനോട് ആ സ്വഭാവങ്ങളിൽ നിന്ന് രക്ഷ ചോദിക്കും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖർ വൽ കുഫർ വശ്ശിർക്ക് വന്നിഫാഖ് വസ്സുംഅ വറിയാ. ഇത് ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിച്ച സഹീഹ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയിൽ അള്ളാഹുവിനോട് ശരണം തേടിയിരുന്ന ദോഷങ്ങളാണ്. ഒന്ന് ഫഖർ, ദാരിദ്ര്യം അതിൻ്റെ പാരമ്യതയിലെത്തിയാൽ പിന്നെ ഈമാനൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഒരുപാട് തെറ്റായ സ്വഭാവങ്ങൾ വരും. അപ്പോൾ ദാരിദ്ര്യം എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെട്ട, വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങേയറ്റത്തെ ദാരിദ്ര്യത്തിൽ എത്താതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. വൽ കുഫർ എല്ലാവർക്കും അറിയുന്നതാണ്, നിഷേധത്തിൽ നിന്ന്. വശിർക്ക് ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന്. വന്നിഫാഖ് കാപട്യത്തിൽ നിന്ന്. വസുംഅ ആളുകൾ കേൾക്കട്ടെ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കയ്യടിക്ക് വേണ്ടി പ്രവർത്തിക്കുക. റിയ ലോകമാന്യതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. ആളുകൾ നോക്കുന്നുണ്ടോ, എന്നാൽ ആൾ വളരെ ഉഷാറാണ്.
ആളുകളാരും കാണുന്നില്ലേ എന്നാൽ ആ വഴിക്കന്നെ ഉണ്ടാവില്ല. രഹസ്യമായി കുറ്റകൃത്യങ്ങൾ വർദ്ധിപ്പിക്കും. ആളുകളുടെ മുമ്പിൽ അവൻ നല്ല പൂച്ചയായിട്ട് ചമയുകയും ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള സ്വഭാവങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരണം തേടി ഒരുപാട് കാര്യങ്ങൾ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന പോലെ നമുക്ക് പ്രാർത്ഥന കിട്ടണമെങ്കിൽ നാം ഇപ്രകാരം പ്രാർത്ഥിക്കണം: അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരി മാ സഅലക മിൻഹു അബ്ദുക വറസൂലുക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി മാ സ്തആദക മിൻഹു അബ്ദുക വറസൂലുക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെല്ലാം നല്ല കാര്യങ്ങൾ നിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവേ നിന്നോട് ചോദിച്ചോ അതൊക്കെ ഞാനും ചോദിക്കുന്നു. ഏതൊക്കെ ചീത്ത കാര്യങ്ങളിൽ നിന്ന് പ്രവാചകൻ വിലക്കിയോ അല്ലെങ്കിൽ പ്രവാചകൻ നിന്നോട് രക്ഷ ചോദിച്ചുവോ അതിൽ നിന്ന് ഞാനും രക്ഷ ചോദിക്കുന്നു. ഇങ്ങനെ നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് എൻ്റെ പ്രാർത്ഥനകളുടെ മുഴുവനും അന്തസ്സത്ത് ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ നിഫാക്കിനെ തടയാൻ തികച്ചും ചില പരിഹാര മാർഗങ്ങൾ ഇസ്ലാമിലുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ധാരാളമായി അള്ളാഹുവിനെ അനുസ്മരിക്കുക, ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുക. കാരണം കസ്റത്തു ദിക്ർ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്: ഇന്ന കസ്റത ദിക്രില്ലാഹി അസ്സ വജല്ല അമാനും മിനൻ നിഫാഖ്. ധാരാളമായി നിങ്ങൾ ദിക്റുകൾ ചൊല്ലുക. നമസ്കാരത്തിന് ശേഷവും ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും ഉറക്കയിലേക്ക് പോകുമ്പോഴും വൈകുന്നേരവും രാവിലെയും ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് ദിക്റുകൾ ചെയ്യാൻ വേണ്ടി ഒരുപാട് ദിക്റുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പതിവാക്കിയാൽ അത് നിഫാഖിൽ നിന്ന് രക്ഷയാണ്. കാരണം ഫൈനൽ മുനാഫിഖീന ഖലീലു ദിക്രില്ലാഹി അസ്സ വജല്ല. കപടവിശ്വാസികൾ വളരെ കുറച്ചേ ദിക്റിൽ പങ്കെടുക്കുകയുള്ളൂ, വളരെ കുറച്ചേ ദിക്റ് ചൊല്ലുകയുള്ളൂ. കാരണം വിശ്വാസികളുടെ നാവ് എപ്പോഴും ദിക്റ് കൊണ്ട് നനഞ്ഞതാകും, എന്നാൽ കപടവിശ്വാസികൾ അവരുടെ ദിക്റുകൾ ഉണങ്ങിയതാവും. കാരണം അള്ളാഹിനെ കുറിച്ച് അവർക്ക് ഓർമ്മ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങൾ കൂട്ടാതിരിക്കുക. കുറ്റങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിഫാഖിന് കടന്നു വരാൻ ഒരുപാട് വഴികൾ അതിലൂടെ ഉണ്ട്. കാരണം ഫൈന്ന അത്തഖിയൽ ആബിദ, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്ത് അൽ ഗിനാഉ യുംബിതുൻ നിഫാഖ ഫിൽ ഖൽബ് കമാ യുംബിതുൽ മാഉ അൽ ബഖല. നിങ്ങളുടെ ഹൃദയത്തിൽ സംഗീതം, മ്യൂസിക്, അത് നിഫാഖിനെ നട്ടി വളർത്തും. ഏതുപോലെ അൽ മാഉ അൽ ബഖല, ചീര. നമ്മൾ കൃഷി ചെയ്യുന്ന ചീരയ്ക്ക് വെള്ളം നനച്ചാൽ അതിങ്ങനെ മുളച്ചിങ്ങനെ വളരെ പുഷ്ടിപ്പെട്ട് വളർന്നു വരുന്നത് പോലെ സംഗീതം അത് നിങ്ങളിൽ നിഫാഖ് വളർത്തും എന്ന് ആരാ പറഞ്ഞത്? അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്. സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശുദ്ധനും ഭക്തിയുള്ളവനും പ്രവാചകന് ഇഷ്ടപ്പെട്ടവനുമായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ചീരയ്ക്ക് നിങ്ങൾ നനച്ചാൽ അത് മുളച്ചു വരുന്ന മാതിരി സംഗീതം നിങ്ങളിൽ നിഫാഖ് ഉണ്ടാക്കും. അതുകൊണ്ട് ആ സംഗീതത്തെ ശ്രദ്ധിക്കണം. വളരെ രസകരമായ സംഗീതം മൊബൈൽ റിങ്ങും ഒക്കെ ആക്കി, അതല്ലാത്ത മൊബൈൽ റിങ്ങും ഉണ്ട്, എന്നാൽ മ്യൂസിക് അത് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് അവിടെയുള്ള എല്ലാ മ്യൂസിക്കിലും ഇപ്പോൾ വെറുതെ ഈ ഭൗതികമായ ആർഭാടങ്ങളും പ്രമത്തതകളും വർദ്ധിച്ചുകൊണ്ട് ഇപ്പോൾ എല്ലായിടത്തും എന്താണ്, ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് പഞ്ചായത്തിൻ്റെ ഒക്കെ വക. എല്ലാ ചെറുപ്പക്കാരെയും ഫസാദാവുന്ന, അതായത് രാത്രി 10 മണിവരെയും വൈകുന്നേരം മുതൽക്ക് രാത്രി 10 മണിവരെയും ഡാൻസും പാട്ടും ആട്ടവും ഇരുത്തവുമായി അങ്ങനെ ഒരു നാട്ടിലെ ചെറുപ്പക്കാരെ മുഴുവൻ ഫസാദിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്ന, അതിൽ കെട്ടിയിടുന്ന ഏർപ്പാടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നാം മനസ്സിലാക്കണം, നമ്മുടെ ഹൃദയത്തിൻ്റെ ശുദ്ധി ഏറ്റവും പ്രധാനമായി നമ്മൾ ഉറപ്പുവരുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്ന ഫിൽ ജസദി മുൽഗ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു വൈദാ ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. മനുഷ്യ ഹൃദയം, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നാവും, അത് ചീത്തയായാൽ ശരീരം മുഴുവൻ ചീത്തയാവും. ആ മാംസകഷ്ണം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? അൽ ഖൽബ്. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ ശുദ്ധി അത് ഉറപ്പുവരുത്തുക. അങ്ങനെയുള്ള സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഉള്ളും പുറവും ഒരേപോലെ വിശുദ്ധമായി സൂക്ഷിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നിഫാഖിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, കാപട്യത്തിൽ നിന്ന്, കളവിൽ നിന്ന്, മറ്റു ദുസ്വഭാവങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാം രക്ഷപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വമുഖാമാ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്
والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد. أقيموا الصلاة.